ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു, ഉച്ചത്തെ ഊണൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങളോട് വർത്താനം പറയാമെന്ന് വിചാരിച്ചു. വേറെ ആരോട് പറയാനാ വർത്താനം? നിങ്ങളോടല്ലാതെ. ഇതാവുമ്പം നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മളെ ഹൃദയവേദനകളും എല്ലാം പറഞ്ഞാൽ കേൾക്കാൻ നിങ്ങളുണ്ടല്ലോ, അല്ലേ? അഭിപ്രായങ്ങൾ പറയണം എല്ലാവരും. എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ എന്തൊരു അത്യാവശ്യ കാര്യത്തിനാണ് നമ്മൾ തളർന്നിരുന്നാൽ നമ്മളെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ ഉയർത്തി കൊണ്ടുപോകാൻ ആരും വരില്ല. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. ആരും അങ്ങനെയാണ്. കുടുംബക്കാരായാലും അച്ഛനായാലും അമ്മയായാലും ആങ്ങളമാരായാലും അനിയത്തിമാരായാലും എല്ലാവരും അതെ, നമ്മളെ ഉയർത്തെഴുപ്പിച്ച് കൊണ്ടുപോകാമെന്ന് അവർ വിചാരിക്കില്ല. അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ. എൻ്റെ ഒരു അനുഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഫീലുള്ള അനുഭവങ്ങളാണ്. പല സാഹചര്യത്തിലും ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചപ്പോഴാണ് വിട്ടപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടം. എനിക്കിനി എന്ത് ചെയ്യും? എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. ഞാൻ ഒറ്റയ്ക്കാണ്, വാടകയ്ക്ക് താമസിക്കാൻ നേരം. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു മനസ്സിനെ വല്ലാതെ എന്നെ പിടിച്ചു ഉലച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ മനസ്സുമായിട്ട് ഞാൻ വിവാഹം കഴിപ്പിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിലാണ് കല്യാണത്തിന് അങ്ങോട്ട് പോയത്. ടൂറിസ്റ്റ് ബസ്സായിരുന്നു. തിരിച്ച് അവിടെ മുതൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റം വരെയും ചിന്തിച്ചത്, ബസ്സിലിരുന്ന് പോകുന്നതൊന്നും ഞാൻ അറിയുന്നതേ ഇല്ല. ഞാൻ വേറെ ചിന്തകളാണ്. ഒന്നിച്ചുണ്ടായിരുന്ന മോള് കല്യാണം കഴിച്ച് വിട്ടപ്പോൾ പിന്നെ തനിച്ച് ഓരോ ദിവസവും കഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ എങ്ങനെയൊക്കെ പാകപ്പെടുത്തി ഞാൻ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ച് അങ്ങനെയാണ് ഞാൻ അതിൽ നിന്നും കരകയറി വന്നത്. അത് ഒരു വല്ലാത്ത ഒരു സങ്കടമായിരുന്നു എനിക്കത്. ആ സങ്കടത്തിൽ നിന്ന് ഞാൻ കരകയറി എന്ന് പറയാൻ എനിക്ക് കുറേ മാസങ്ങൾ വേണ്ടി വന്നു. ആ സമയത്ത് ഞാനൊരു കടയിൽ ജോലി ചെയ്യായിരുന്നു. 2, 3, 4 ദിവസമൊന്നും ചെല്ലാഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവരെന്തേ വിളിക്കലൊന്നുമില്ല. ഇവരെന്തായിരിക്കും വരാത്തതെന്നുള്ള ചിന്തയിൽ അവരിയ്ക്ക് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി വിളിച്ച് എന്നോട് പറഞ്ഞ്, ചേച്ചി 3-4 ദിവസമായല്ലോ, എന്താണ് വരാത്തത്? ഞാൻ പറഞ്ഞ്, എനിക്ക് വയ്യ, ഞാനിവിടെ കിടക്കുകയാണ്. എനിക്ക് മോളെ കല്യാണം കഴിച്ച് വിട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഒരാളും നമുക്കൊരു താങ്ങായിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടാകാനുമില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, വേണ്ട, വിഷമിക്കണ്ട, ഇങ്ങോട്ട് പോരെ, ഇവിടെ ഇഷ്ടം പോലെ ജോലിയില്ലേ, നമ്മളത് എടുത്തുകൊണ്ടിരുന്നതല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സമയം അങ്ങനെ പോകുമല്ലോ, ഒരു 10 രൂപ കയ്യിലില്ല. അന്ന് എന്തായാലും അങ്ങനെ പിറ്റേന്ന് മുതൽ ഞാൻ ജോലിക്ക് പോയി. ജോലി ചെയ്ത ഒരു ദിവസം പകലൊക്കെ നമ്മളതെല്ലാം മറന്നു പോകും. വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഓർമ്മ വല്ലാതെ, മോളില്ലാത്തൊരു ഓർമ്മ വല്ലാതെ നമ്മളെ വേട്ടയാടി. കുറച്ച് കാലം അങ്ങനെ മാസങ്ങൾ പോയിട്ടോ, 3-4 മാസമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അങ്ങനെ ഇരുന്നാൽ പറ്റില്ല. നമുക്ക് മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ പണം വേണം, അതിന് നമ്മൾ ജോലി ചെയ്യണം, എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ചെയ്തത്. ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഞാൻ ചിന്തിക്കും, എന്തൊക്കെ ചെയ്യും, എന്ത് ചെയ്താലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക, ജോലിക്ക് ഇറങ്ങണം. അങ്ങനെ ഞാൻ ജോലിക്ക് ഇറങ്ങി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ ദിവസം നല്ല മാറ്റങ്ങൾ എനിക്ക് വന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് പറയണേ, ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി, വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നാൽ ചേച്ചി അവിടെ ഇരുന്ന് പോകും വിഷമങ്ങളുമായിട്ട്, ഇപ്പോൾ പുറത്തേക്ക് പോന്നപ്പോൾ എങ്ങനെയുണ്ട്, കുറേ സങ്കടങ്ങൾ മാറിയില്ലേ? ശരിയാണ്, നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് സങ്കടങ്ങൾ
സങ്കടങ്ങളായിരിക്കും മനസ്സിലിങ്ങനെ മുറുകെ പിടിച്ചും കൊണ്ടിരിക്കുക. അവർ നമ്മളെ വിടൂല. അപ്പം നമ്മൾ അവരെ വിട്ട് പോ, നീ എൻ്റെ മനസ്സിൽ നിന്ന് പോ, എനിക്ക് നിന്നെ ചുമന്ന് നടക്കാൻ എനിക്കാവില്ല, നീ മാറ്, ഞാൻ പോട്ടെ, എനിക്ക് ജീവിക്കണം. നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ജീവിക്കണം എന്നുള്ള ചിന്തയിൽ വീണ്ടും ആ ജോലി ഞാൻ തുടർന്ന് പോന്നു. അങ്ങനെ ഒരുപാട് പോന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി കേട്ടോ. മോള് 4ാം വിരുന്നിന് വന്ന് 4ാം വിരുന്നിന് വീട്ടിലേക്ക് വരുമ്പോൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ കടമാണ് മേടിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. ഒരുപാട് പൈസ എനിക്ക് കടം വന്നെന്ന് പറഞ്ഞാൽ, എനിക്ക് വിരുന്നിന് ഈ കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം, വെറും ചോറ് കൊടുത്താൽ പോരല്ലോ, ഒരു ബിരിയാണിയാ എന്തെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ. അത് വിചാരിച്ച് ഞാൻ അടുത്ത വീട്ടിലെ ഒരു താത്തയുണ്ട്, ഈ അന്ന് പണിയെടുക്കുന്ന പൈസ അന്ന് വൈകുന്നേരം ആൾക്കാർ വന്ന് മേടിച്ചിട്ട് പോകും. നമ്മൾ പലിശയ്ക്ക് വാങ്ങിയ പൈസയും കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം എൻ്റെ കൂലി, ഞാൻ പണിക്ക് അവിടെ ചെന്ന അന്ന് വൈകുന്നേരം മുതൽ ഇവർ പൈസയ്ക്ക് വരും. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം, വണ്ടിക്കൂലി വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒന്നും മീതി ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികൾ 4 ദിവസം വിരുന്നിന് വന്നപ്പം, ആ 4ാം ദിവസം വിരുന്നിന് വന്ന് 4 ദിവസവും ഞാൻ പണിക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ അടുത്ത വീട്ടിലെ താത്തേൻ്റെ അടുത്ത് എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, താത്ത എനിക്ക് കുറച്ച് പൈസ വേണം, എൻ്റെ കുട്ടികൾ നാളെ വരും, അവർക്ക് എന്തെങ്കിലും ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, താത്ത ഇച്ചിരി പൈസ തരുമോ എനിക്കെന്ന് ചോദിച്ചു. താത്ത പറഞ്ഞു, അതിനെന്താടി, നിനക്ക് തരാമല്ലോ. ആ നല്ല മനസ്സിന് ഞാൻ എന്നും സ്തുതിക്കാറുണ്ട്, എന്നും ഞാൻ നന്ദി പറയും ആ മനസ്സിന്. ആ താത്തേൻ്റെ ഭർത്താവ് ദുബായിലായിരുന്നു. താത്തേൻ്റെ അടുത്ത് പൈസയൊക്കെ ഉള്ള ആളാണ് കേട്ടോ, അത്യാവശ്യം. നമ്മളൊക്കെ ചെന്ന് ചോദിച്ചാൽ 10 രൂപ തരും. അവിടുന്ന് ആ താത്തേനോട് പറഞ്ഞു. താത്ത പറഞ്ഞു, അതിനെന്താ, തരാമല്ലോ. പൈസയായിട്ടല്ല തന്നത്, അരി, ബിരിയാണീൻ്റെ അരി, 2 കിലോ ചിക്കൻ, അതിനു വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, വൈകുന്നേരം ആയപ്പോഴാണ് കൊണ്ടു തന്നെ. അത് പറഞ്ഞു, നീ ഞാൻ നാളെ ബിരിയാണി വെച്ച് വരാം, ഇറച്ചി മാത്രം നീ വെച്ചാൽ മതി, ബാക്കി ഞാൻ നാളെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ പിറ്റേന്ന് കുട്ടികൾ വരാൻ സമയമായപ്പോൾ താത്ത വേഗം വന്ന്, രാവിലെ തന്നെ വന്നു. 8 മണിയായപ്പോഴത്തേക്കും താത്ത വന്ന് ഇതൊക്കെ റെഡിയാക്കി ബിരിയാണിയാക്കി, അവരുടെ വീട്ടിൽ നിന്ന് ചെരുവ് എടുത്തുകൊണ്ട് വന്ന് ബിരിയാണിയാക്കി എനിക്ക് തന്നു. കുട്ടികൾ വന്നപ്പോൾ ഞാനത് കൊടുത്തു. എനിക്കിങ്ങനെയാണ് വാങ്ങിയെന്ന് അവരോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. അവർ കഴിച്ചു. അന്ന് അവിടെ അവർ നിന്നു. പിറ്റേന്ന് കുട്ടികൾ പോയി. അതിന് പിറ്റേന്ന് മുതൽ വീണ്ടും ഞാൻ പണിക്കിറങ്ങി. അങ്ങനെ പണിയെടുത്ത് ഞാൻ ഈ പൈസ, അന്ന് ഒത്തിരി പൈസ ആയിട്ടുണ്ട് താത്തയ്ക്ക് എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നപ്പോൾ. ഞാൻ ഒരാഴ്ച പണിയെടുത്ത് കഴിഞ്ഞപ്പം അതിൽ നിന്ന് 50 രൂപ, എനിക്ക് പണിക്കൂലിയില്ല, അതാണ്. 50 രൂപയ്ക്കാണ് ഞാൻ പണിക്ക് പോകുന്നത്. ഡെയിലി 50 രൂപയാണ് കൂലിയുള്ളൂ. അതിൽ നിന്നാണ് ഇതെല്ലാം പോകേണ്ടത്. അപ്പം ഞാൻ താത്തേൻ്റെ അടുത്ത് ഞാൻ പണിയെടുത്ത പൈസയും കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ താത്ത എന്നോട് പറഞ്ഞു, അത് നീ എനിക്കൊരിക്കലും തരാൻ വേണ്ടിയിട്ടല്ല ഞാനത് തന്നത്, നീ ഒരിക്കലും എനിക്ക് ആ പൈസ കടം ആണെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്, അത് കടമല്ല, ഞാൻ നിനക്ക് നിൻ്റെ സങ്കടം കണ്ടിട്ട് തന്ന പൈസയാണ്, അത് നീ തിരിച്ചു തരണ്ട, ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെയാണ് ആ താത്ത എന്നോട് പറഞ്ഞത്. അന്നൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടങ്ങളായിരുന്നു. ഞാനവിടെ വാടകയ്ക്ക് മാറി താമസിക്കുന്ന സമയത്ത് ഈ കെട്ടിച്ചിട്ട മോളുടെ അച്ഛനൊക്കെ ഒരു 4 വീടിനപ്പുറത്താണ്, രാജാക്കന്മാരെ പോലെ ഗംഭീരമായി ജീവിക്കുന്ന, ഒന്ന് തിരിഞ്ഞു വരെ നോക്കിയിട്ടില്ല. ഈ പറയുന്ന വീടിൻ്റെ തറവാട്, എന്നെ കെട്ടിക്കൊണ്ടായ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞാൻ താമസിക്കുന്ന വാടകയ്ക്ക്, തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അങ്ങനെ മോളെ കല്യാണം കഴിഞ്ഞ് അവരിപ്പോൾ ഇന്നും സുഖമായിട്ട് ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് വരെയും അവർ തമ്മിലുള്ളൊരു പ്രശ്നങ്ങളുമില്ല. നല്ല സന്തോഷമായിട്ട് 2 പേരും, 2 പെൺകുട്ടികളും ഉണ്ട് അവർക്ക്. സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ ഓരോ ദിവസവും ജോലി ചെയ്യാൻ കഴിയുന്നത്. അവരും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കങ്ങനെ ജോലിക്ക് പോയാലൊരു സമാധാനമുണ്ടോ സ്വസ്ഥതയുണ്ടോ ഒന്നുമില്ല. മൂത്തമോളെ കുട്ടി ഇപ്പം +1 പഠിക്കുന്നത്. അത്രയും പ്രായമുണ്ട് എനിക്ക് 10-60 വയസ്സായി.
ഇന്നും ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാടായി ഞാൻ ശ്രമിക്കുന്നു. പക്ഷെ വീടൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പൂർത്തിയൊന്നും ആയില്ല. പൂർത്തിയാകണമെങ്കിൽ 2-3 വർഷം കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് ആ വീട് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. എന്നും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് കടങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാലങ്ങളാണ് എനിക്കുള്ളത്. അത്രയൊക്കെ നന്മകളാണ് എനിക്ക് ദൈവം വെച്ചിട്ടുള്ളൂ എന്ന് വിധിച്ചും കൊണ്ടാണ്, അങ്ങനെ വിചാരിച്ചും കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ദൈവം അത്രേ വെച്ചിട്ടുള്ളൂ. നമുക്ക് പണിയെടുക്കുന്ന പൈസ ഫുള്ളും അതിൻ്റെ 4 ഇരട്ടി നമ്മൾ കടം വാങ്ങിയിട്ട് ഒരു വീടിൻ്റെ ഭിത്തി വരെ എത്തി ഇട്ട് വെച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ടാണ്, അതിലാരും ഒരു പങ്കുമില്ല ആർക്കും. പിന്നെ ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അതും വലിയൊരു എന്താ പറയുക, അത്രമാത്രം എനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. അന്ന് അത്ര ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ നിന്ന വീട്ടിൽ അവിടുത്തെ അമ്മ, ഞാനൊരു അമ്മേനെ നോക്കാൻ നിൽക്കുന്ന കേട്ടോ, ആ അമ്മ എനിക്ക് കുറച്ച് പൈസ തന്നു. ആ പൈസയും കൊണ്ട് കുറച്ച് പണി, പ്ലംബിങ്ങിൻ്റെ പണി അവിടെ നടന്നു. പകുതിയായിട്ടേ ഉള്ളൂ, അതവിടെ പകുതിക്ക് അവിടെ കിടക്കുന്നുണ്ട്, ഫുള്ളും പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. നമ്മൾ ഓരോ ദിവസം മുമ്പോട്ട് പോകും തോറും നമുക്ക് ഓരോ ദിവസം നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഓരോ ദിവസം കുറഞ്ഞു വരും അല്ലേ ജീവിതം നമ്മൾ മുമ്പോട്ടേക്കല്ല പോകുന്നത്. ഞാൻ ഒക്കെ പുറകോട്ടേക്കാണ്. എന്താ വെച്ചാൽ എനിക്കൊരുപാട് അസുഖങ്ങളുള്ള ആളാണ്. ഒരുപാട് അസുഖങ്ങളുണ്ട്. എനിക്ക് കണ്ണിനൊക്കെ ഇങ്ങനെ കാഴ്ചക്കുറവൊക്കെ ഉണ്ട്. ഷുഗർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. കണ്ണിന് എന്നും ഡെയിലി മരുന്ന് വേണം, ഷുഗറിന് മരുന്ന് വേണം. പിന്നെ ഹാർട്ടിൻ്റെ ഇതൊക്കെ ആദ്യമൊക്കെ അത് പിന്നെ സാറിലേക്ക് കുറവുണ്ട്. എല്ലാ പ്രശ്നങ്ങളും, അസുഖമില്ലാത്ത ആരുമില്ല. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ഹോസ്പിറ്റൽ ഉത്സവം പോലെയാണ് ആൾക്കാർ. എന്തോരം ആൾക്കാരാണോ, ഇവരെല്ലാം അസുഖക്കാരാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി പോന്ന ഞാനും, അത്രേ ഞാൻ ചിന്തിക്കാറുള്ളൂ, ഇത്തിരി പോന്ന ഞാനും. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. നമുക്ക് ഈ ഒരു കുറച്ച് കാലം നമുക്ക് ഭൂമിയിൽ ദൈവം തന്നത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. പക്ഷേ പലരും അങ്ങനെയല്ല. കള്ളു കുടിച്ചിട്ടും കിട്ടുന്ന പൈസ മുഴുവനും കളഞ്ഞിട്ടും മുട്ടൻ പാറ പൊട്ടിക്കാൻ പോകും. പാറയാടിച്ച് പൊട്ടിച്ച്, അല്ലെങ്കിൽ വിറകാണെങ്കിൽ വിറക് വെട്ടി വിറക് ചുമന്ന് ഇതെല്ലാം പൈസ സ്വരുക്കൂട്ടി കൊണ്ടുവന്ന് വൈകുന്നേരം അത് ബിയർ മേടിക്കാൻ, ബ്രാൻഡി മേടിക്കാൻ ഒക്കെ ക്യൂ നിൽക്കുന്നത് കാണാം. നമ്മളങ്ങനെ പോകുമ്പോൾ അരുവയിൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് ബത്തേരി, ക്യൂ നിൽക്കുന്ന റോഡ് വരെയാണ് ക്യൂ നിൽക്കുന്നത്. എന്തോരം പൈസയാണ്. ഈ പൈസ എന്നാൽ ഇച്ചിരിച്ചെടുത്ത് പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യൂല. അങ്ങനെ ചെയ്താൽ എത്ര നന്നായി നമ്മുടെ നാടും നമ്മുടെ മനുഷ്യരും. ആരും അങ്ങനെ സഹായിക്കുകയില്ല ആരും. എന്നാൽ ശരി, ബൈ. അടുത്ത വീഡിയോ കാണാവേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത് കേൾക്കണം.